നമസ്കാരം. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം വിജയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ കക്ഷിയുടെ മന്ത്രിസഭയിൽ ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭയാണത്. കാരണം നിരവധി സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലിരിക്കുന്ന ഒരു ന്യൂനപക്ഷ മന്ത്രിസഭയാണ്. ഒരു മൈനോറിറ്റി ഗവൺമെൻറ് എന്ന് പറയും അതിനെ, ഒരു സാങ്കേതിക പദം ഉപയോഗിക്കുകയാണെങ്കിൽ. ആ മന്ത്രിസഭയിൽ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടായിരിക്കുകയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് AM ഷാജഹാൻ, പാപനാശത്തെ MLA ആണ് അദ്ദേഹം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. അതേ തുടർന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് അവരുടെ ജന്മസ്ഥാനത്ത്, അതായത് തമിഴ്നാടാണ് മുസ്ലിം ലീഗിൻ്റെ ജന്മസ്ഥലം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ അവർക്കൊരു മന്ത്രി ഉണ്ടായിരിക്കുന്നു, ചരിത്രത്തിൽ ആദ്യമായി എന്നാണ് അവർ വളരെ അഭിമാനപൂർവ്വം അവകാശപ്പെടുന്നത്. തത്വത്തിൽ അത് സത്യമാണ്. കാരണം 1948 മാർച്ച് 10 ചെന്നൈ രാജാജി ഹാളിൽ നടന്നൊരു യോഗത്തിൽ വെച്ചാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. അതിനു മുൻപ് വെറും മുസ്ലിം ലീഗായിരുന്നു, അഖിലേന്ത്യാ മുസ്ലിം ലീഗായിരുന്നു അവർ. അത് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ വിഭജിച്ച് വാങ്ങിപ്പോയപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി മാറി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും പാകിസ്ഥാൻ മുസ്ലിം ലീഗിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് നമ്മുടെ മുസ്ലിം ലീഗുകാർ, അതായത് ഭാരതത്തിൽ ഇന്ന് ബാക്കിയുള്ള മുസ്ലിം ലീഗുകാർ അവകാശപ്പെടുന്നത്. സാങ്കേതികമായി അത് ശരിയാണ്. പക്ഷേ അതിനൊരു ചെറിയ പ്രശ്നമുള്ളത്, 1947 കൃത്യമായ തീയതി പറഞ്ഞാൽ ഡിസംബർ 14, 15 തീയതികളിൽ വിഭജിച്ച് പാകിസ്ഥാനും വാങ്ങിപ്പോകുന്നതിന് മുമ്പ് ജിന്ന കറാച്ചിയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ വെച്ചാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ നേതാവായിട്ടുള്ള മുഹമ്മദ് ഇസ്മായിലിനെ കൺവീനറായി നിയമിക്കുന്നത്. ഞാനൊന്ന് പരിശോധിച്ചത് കൺവീനറായിരുന്നോ പ്രസിഡൻ്റായിരുന്നോ എന്നുള്ള സംശയത്തിൻ്റെ പുറത്താണ്. മുഹമ്മദ് ഇസ്മായിൽ എന്നുള്ളൊരു വ്യക്തിയെ, തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഒരു പരിപൂർണ പാദസേവകനും കടുത്ത ഹിന്ദു വിരോധിയും ഭാരത വിരുദ്ധനുമായിരുന്നു. ഹസ്കെ ലേംഗെ പാകിസ്ഥാൻ തിരിഞ്ഞുപോയി, ലഡ്കെ ലേംഗെ പാകിസ്ഥാൻ, ഹസ്കെ ലേംഗെ ഹിന്ദുസ്ഥാൻ, അതായത് പൊരുതി നേടും പാകിസ്ഥാൻ, ചിരിച്ചു കൊണ്ട് നേടും ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യം തുടരെ വിളിച്ചു നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ മുസ്ലിം ലീഗിൻ്റെ കൺവീനറായിട്ടുള്ള നിയമനം നടന്നത് 1947 ഡിസംബർ 14, 15 തീയതികളിൽ കറാച്ചിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിലാണ്. ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ആ വ്യക്തി തന്നെയാണ് പിന്നെയും ഈ ചെന്നൈ രാജാജി ഹാളിൽ വെച്ച് നടന്ന 1948 മാർച്ച് 10 നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൺവീനറായി തുടരുകയും മുസ്ലിം ലീഗിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ ജിന്നയുടെ ഒരു വാൽ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭാരതത്തിൽ തുടർന്നതിനോടനുബന്ധിച്ച് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവർ ആശങ്ക പ്രകടിപ്പിക്കുകയും അതിനെ നിരോധിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതോടുകൂടി ഞങ്ങൾ ഭാരതത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നു, ഭാരതത്തെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു നിലപാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിക്കുകയും, എന്നാൽ പോലും ദീർഘകാലത്തേക്ക് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഭാരതീയ നിയമ സംവിധാനങ്ങളുടെയും ഒക്കെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൻ്റെ കീഴിലാണ് ഈ രാഷ്ട്രീയ കക്ഷി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലാന്തരത്തിൽ അവർ കോൺഗ്രസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുകയും അതേ തുടർന്ന് ഈ ഒരു നിരീക്ഷണം എന്നുള്ളത്, അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളൊരു പ്രക്രിയ ആദ്യമൊന്ന് അയച്ചു കൊടുത്തു, പിന്നെ പരിപൂർണമായി അവസാനിപ്പിച്ചു കൊടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആലോചിക്കുക, നെഹ്റു ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു വാല് മലപ്പുറത്ത് ദൗർഭാഗ്യവശാൽ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞ ആ മുസ്ലിം ലീഗ് തന്നെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി പിൽക്കാലങ്ങളിൽ കേരളത്തിലുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നു. അതിൻ്റെ തുടക്കം ഈ ഒരു കോൺഗ്രസിനെ സ്വാധീനിച്ച് അവരുടെ മേലുള്ളൊരു നിരീക്ഷണം പരിപൂർണമായി അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ നിരീക്ഷണം പരിപൂർണമായി ഇല്ലാതായതോടുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പല മേഖലകളിലും പല സംസ്ഥാനങ്ങളിലും അവരുടേതായിട്ടുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊരു തുടക്കം കുറിച്ച് തമിഴ്നാട്ടിലേക്കും അവർ ആ സ്വാധീനം വികസിപ്പിച്ചു അല്ലെങ്കിൽ വ്യാപിപ്പിച്ചു. തമിഴ്നാട്ടിൽ കുറേ
തുടക്കം അവിടെ നിന്നാണല്ലോ. അവിടെ തന്നെ കുറേ അനുഭാവികളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവർ ശക്തിപ്പെടുകയും അവിടെ സ്ഥിരമായി കോൺഗ്രസിൻ്റെ ഒരു സഖ്യകക്ഷിയായി തിരഞ്ഞെടുപ്പുകളെ നേരിടുകയും കോൺഗ്രസ് കാലാകാലങ്ങളായി ഏതാണ്ട് 2004 മുതൽ തുടർച്ചയായി ഈ ഒരു വിജയുടെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് വരെ, അല്ലെങ്കിൽ വിജയ് ഒരു പുതിയ മാറ്റമായി തമിഴ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത് വരെയെങ്കിലും DMKയുടെ കൂടെ സഖ്യകക്ഷിയായി കോൺഗ്രസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ IUMലും DMKയുടെ ഒരു സ്വാഭാവിക സഖ്യകക്ഷിയായിരുന്നു. പക്ഷേ അധികാരത്തിൽ ഒരിക്കലും അവർ എത്തിയിരുന്നില്ല. ഒരു മന്ത്രിസ്ഥാനം പോലും DMK കോൺഗ്രസിനെ നൽകിയിട്ടില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും DMK ഒരിക്കലും നൽകിയിരുന്നില്ല. അതൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നല്ല ഞാൻ പറയുന്നത്. കാരണം DMK നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കുറവാണ്. പക്ഷേ ഇതൊരു അവർ നല്ല കാര്യം ചെയ്യുവാൻ വേണ്ടി ചെയ്തതല്ലെങ്കിൽ പോലും ഇത് ഫലത്തിലൊരു നല്ല കാര്യമായിരുന്നു. കാരണം ഈ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പാർട്ടിയുടെ ഒരു ലക്ഷ്യം തന്നെ മതരാഷ്ട്ര സ്ഥാപനമാണ്. അതിനൊരു സംശയവും വേണ്ട. കാരണം ഇവരിപ്പോൾ ജിന്നയുടെ മുസ്ലിം ലീഗും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇവരുടെ സ്ഥാപക നേതാവായ, അല്ലെങ്കിൽ സ്ഥാപക നേതാക്കളിലൊരാളായ സീതി സാഹിബ് 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് പാകിസ്ഥാന് വേണ്ടി അലമുറയിടുന്ന പ്രക്ഷോഭങ്ങളുടെ നേതാവായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയാൽ വരുന്നത് ഹിന്ദുക്കളുടെ ഭരണമായിരിക്കും, അത് നമുക്കൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്ന് കോട്ടപ്പുറം മൈതാനത്ത് പച്ചയായി പരസ്യമായി പ്രസംഗിച്ച വ്യക്തിയായിരുന്നു സീതി സാഹിബ്. സീതി സാഹിബ് പിൽക്കാലത്ത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായി വാഴ്ത്തപ്പെട്ടു, കോൺഗ്രസിനാലും മുസ്ലിം ലീഗിനാലും. അതുകൊണ്ട് തന്നെ ജിന്നയുടെ മുസ്ലിം ലീഗും ഈ മുസ്ലിം ലീഗും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ സീതി സാഹിബിൻ്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റുകാരുടെ ഉയർന്ന നേതാവായ, അല്ലെങ്കിൽ ഏറ്റവും തലമുതിർന്ന നേതാവായ പാലൊളി മുഹമ്മദ് കുട്ടി ഈ അടുത്ത കാലത്തും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു. കൃത്യമായി പാകിസ്ഥാൻ വിഭജനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ച അതേ മുസ്ലിം ലീഗിൻ്റെ വിസർജ്യം തന്നെയാണ് ഇപ്പോഴുള്ള മുസ്ലിം ലീഗെന്നും. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇവർ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് ആശങ്കാജനകമായൊരു സംഗതിയായി ഭവിക്കുന്നത്. അപ്പോൾ ചോദിക്കാം, കേരളത്തിൽ 5 മന്ത്രിമാരുള്ളപ്പോൾ തമിഴ്നാട്ടിൽ എന്താണ് ഒരു മന്ത്രി വന്നാൽ കുഴപ്പം? അതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാകുവാൻ പോകുന്നത്? കുഴപ്പമുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള ജനത എന്ന് പറയുന്നത് പൊതുവെ തണുപ്പൻ മട്ടിലുള്ള ഒരു ജനതയാണ്. ഇനിയുള്ള കാലത്ത് പ്രക്ഷോഭങ്ങൾ തെരുവിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു നീണ്ടു നിൽപ്പ്, അതിൻ്റെ ആയുസ് കുറവായിരിക്കും. കാരണം അടിസ്ഥാനപരമായിട്ട് കേരള ജനത എന്ന് പറയുന്നത് സുഖിമാന്മാരായൊരു ജനതയാണ്. അതിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അത് നന്മയായി ഭവിക്കുന്നത് ഇവർക്ക് തെരുവിലിറക്കി പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ആളുകൾ കുറവായിരിക്കും. തന്നെയുമല്ല, കേരളത്തെ സംബന്ധിച്ച് അവരുടെ ഒരു സുരക്ഷിത താവളമായി അത് നിലനിർത്തേണ്ടതുകൊണ്ട് അവർ അത്തരത്തിലുള്ളൊരു പ്രക്ഷോഭങ്ങൾക്ക് ശ്രമിക്കുകയുമില്ല. പക്ഷേ വൈകാരികമായി എന്തിനും പ്രതികരിക്കുന്ന തമിഴ് ജനതയുടെ ഇടയിൽ ഇത്തരത്തിലൊരു, പ്രത്യേകിച്ച് വിജയിയെപ്പോലെ ഇപ്പോൾ ഒരു താരപരിവേഷം മാത്രം കൊണ്ട് അധികാരത്തിലെത്തിയ ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭയിൽ തുടരുന്ന, അല്ലെങ്കിൽ തട്ടിക്കൂട്ട് മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെറുമൊരു സിനിമാ താരത്തിൻ്റെ തണലിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരുമ്പോൾ തമിഴ് സമൂഹത്തിൽ അവരുടെ ഒരു സ്വീകാര്യത എന്നുള്ളത് അവരുടെ സമുദായത്തിനപ്പുറത്തേക്ക് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ആ ഘട്ടത്തെ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ മുതലെടുത്ത് തമിഴ് വിഘടനവാദികളുണ്ട്. പ്രത്യേകിച്ച് വിജയ് ഈ LTT പ്രഭാകരനെ പോലുള്ള ഭീകരവാദികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടങ്ങിയ ഒരു സാഹചര്യവും കൂടി നിലനിൽക്കെ അവരും ഇവരുമായി കൈകോർക്കും. കാരണം ഏത് നാട്ടിലും ഇസ്ലാമിക ജിഹാദികളുടെ ഒരു സാധാരണ പ്രവർത്തന രീതി, ആ നാട്ടിലെ വിഘടനവാദികളെ ആദ്യം കയ്യിലെടുക്കുക, അവരോട് ചേർന്ന് പ്രവർത്തിക്കുക, അവരിലൂടെ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കി മതരാഷ്ട്രം സ്ഥാപിക്കുക, അതിനുശേഷം ഈ ഉപയോഗപ്പെടുത്തിയ വിഡ്ഢികളെ, ഈ വിഘടനവാദികളെ ഇല്ലാതാക്കുക. അത് കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി, മറ്റേതെങ്കിലും ഭീകര സംഘടനകളായാലും ശരി. അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പാകിസ്ഥാനിലെ ISI എന്തുകൊണ്ടാണ് ഉൽഫ പോലുള്ള ഭീകരവാദ സംഘടനകൾക്ക് പലപ്പോഴും സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഉൽഫയുടെ ആശയങ്ങളുമായിട്ട് ഇസ്ലാമിക ജിഹാദിൻ്റെ ആശയങ്ങൾ ഒത്തുപോകുന്നത് കൊണ്ടാണോ? അല്ല. ഈ ഒരു കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഭാരത സർക്കാരിനെ പല രീതിയിൽ മുറിപ്പെടുത്തി, ഭാരതത്തെ പല രീതിയിൽ മുറിപ്പെടുത്തി, ബ്ലീഡ് ഇന്ത്യ വിത്ത് 1000 കട്ട്സ് എന്നുള്ള ആശയം നടപ്പാക്കി അവരുടെ ഉദ്ദേശം സാധിച്ചെടുക്കുക. ഉദ്ദേശം സാധിച്ചെടുത്തു കഴിഞ്ഞ് മതരാഷ്ട്രമുണ്ടായാൽ ഇറാനിലും ഇറാഖിലുമെല്ലാം സംഭവിച്ചതുപോലെ അവരുടെ ഒപ്പം നിന്ന കമ്മ്യൂണിസ്റ്റുകാരായാലും മറ്റേത് വിഘടനവാദികളായാലും അവരെ ആദ്യം ഇല്ലാതാക്കുക. ഇതാണ് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ, സ്ഥിരം പ്രവർത്തന രീതി, അല്ലെങ്കിൽ സ്വാഭാവികമായ പ്രവർത്തന രീതി. അതുകൊണ്ട് തന്നെ വൈകാരികമായി
പ്രതികരിക്കുന്ന തമിഴ് ജനതയുടെ ഇടയിൽ ഇപ്പോൾ കുറച്ചെങ്കിലും നാമ്പെടുത്തിരിക്കുന്ന, ചെറുതായിട്ടെങ്കിലും നാമ്പെടുത്തിരിക്കുന്ന വിഘടനവാദം, അതിനെ ഇവർ ആളിക്കത്തിക്കുവാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എം ഷാജഹാനെ പോലുള്ളൊരു വ്യക്തി ന്യൂനപക്ഷ ക്ഷേമം എന്ന വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ന്യൂനപക്ഷം എന്നുള്ളത് വലിയൊരു കുടയായി ഇക്കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും ഹൈന്ദവ സമൂഹത്തിലൊരു ഭിന്നതയുണ്ടാക്കി തമിഴ്നാട്ടിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ളൊരു അവസരം, ഒരു സുവർണാവസരം ഇപ്പോൾ വിജയ് തന്നെ സ്വർണ്ണത്താലത്തിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നൽകിയിരിക്കുന്നു എന്ന് ആശങ്കപ്പെട്ടാൽ അതിന് കുറ്റം പറയുവാൻ സാധിക്കില്ല. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം അതാണ്. ഡയറക്റ്റ് ആക്ഷൻ ഡേ നടപ്പാക്കി ഹൈന്ദവ കൂട്ടക്കൊല നടത്തിയ മുഹമ്മദ് അലി ജിന്നയുടെ വിസർജ്യം തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളതിന് ചരിത്രം നിരവധി തെളിവുകൾ നമ്മുടെ മുൻപിൽ വയ്ക്കുമ്പോൾ തമിഴ്നാട്ടിൽ എം ഷാജഹാൻ മന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്തത് ആശങ്കാജനകം തന്നെയാണ്. അതിനൊരു സംശയവുമില്ല. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. നമുക്ക് സംവാദങ്ങൾ തുടരാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.